വിചിത്രമായ ഒരുപാട് ആചാരങ്ങൾ നിറഞ്ഞതാണ് വിവിധ മനുഷ്യ സമൂഹങ്ങൾ. ചില ജനവിഭാഗങ്ങളുടെ ജീവിതവും ആചാര രീതികളും നമ്മളെ അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ചെയ്യാറുണ്ട്. അത്തരത്തിൽ വിചിത്രമായ ഒരു ആചാരം പിന്തുടരുന്നവരാണ് ഇന്തോനേഷ്യയിലെ ടാന ടൊറോജോ ഗോത്ര സമൂഹം. അറിയാം നമുക്ക് അവരുടെ വിശേഷങ്ങൾ. നമസ്കാരം. ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരിച്ചുപോയ പൂർവികരെ സംരക്ഷിക്കുകയും അവരുടെ മൃതദേഹങ്ങൾക്കൊപ്പം വർഷങ്ങളോളം നീണ്ടു നിന്നേക്കാവുന്ന ശവസംസ്കാര ചടങ്ങു വരെ അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന സവിശേഷമായ ഒരാചാരം പാലിക്കുന്ന ഇന്തോനേഷ്യയിലെ സമൂഹമാണ് ടാനയിലെ ടൊറോജോ ഗോത്രം. മിക്ക സംസ്കാരങ്ങളിലും ഒരാൾ മരിക്കുമ്പോൾ അവരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുകയോ ഒരു ശവക്കുഴിയിൽ കുഴിച്ചിടുകയോ ചെയ്യുന്നു. ഇവിടെ പാഴ്സികൾ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാതെ കഴുകന്മാർക്കും മറ്റും ഭക്ഷണമായി ഇട്ട് കൊടുക്കുന്ന രീതിയുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായൊരു രീതിയാണ് ടൊറോജോ ഗോത്രങ്ങളുടേത്. ടൊറോജോ വംശീയ വിഭാഗത്തിലെ ആളുകൾ മരിച്ചവരുടെ ഇടയിൽ നടക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. മറ്റ് സംസ്കാരങ്ങളിലെ ആളുകളെ ഇത് ഞെട്ടിച്ചേക്കാം. ചിലർക്ക് ഇത് വിചിത്രമായിട്ടും തോന്നാം. പക്ഷേ ഈ സവിശേഷ പാരമ്പര്യം മരണം ഒരു വലിയ യാത്രയിലെ മറ്റൊരു വഴിത്തിരിവാണ് എന്ന വിശ്വാസത്തിൽ വേരൂന്നിയതാണ്. ഇന്തോനേഷ്യയിലെ ഉയർന്ന മലമ്പ്രദേശങ്ങളിൽ ഒന്നാണ് ടാന ടൊറോജോ. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഉൾപ്പെടുന്ന ഒരാഘോഷത്തിൻ്റെ ഒരുക്കങ്ങളാൽ ഇവിടം തിരക്കേറിയതായിരിക്കും. ഈ റീജൻസിയിലെ നിവാസികൾ മരിച്ചുപോയ ബന്ധുക്കളെ കണ്ടുമുട്ടുന്ന സമയമാണിത്. ചിലർക്ക് മരിച്ചുപോയ ബന്ധുക്കളെ ഒരിക്കൽ കൂടി കാണാൻ കഴിയുന്നതിനാൽ അവർക്കിത് വളരെ സന്തോഷകരമായ ഒരാഘോഷമാണ്. മരിച്ചവർക്ക് നാട് ജീവൻ കൊടുക്കുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ നാടിനെ മറ്റുള്ളവർ മരിച്ചവരുടെ നാട് എന്നും വിളിക്കാറുണ്ട്. ആളുകൾക്ക് മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ അങ്ങനെ പ്രത്യേക സ്ഥലമൊന്നുമില്ല. മരിച്ചയാളെ ശവപ്പെട്ടികളിൽ വളരെ ശ്രദ്ധയോടെ അടക്കം ചെയ്ത് സൂക്ഷിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശ്രമം മാത്രമാണ്. കാരണം അടുത്ത വർഷം മനേൻ എന്നറിയപ്പെടുന്ന ഒരു ചടങ്ങിൽ അവർ വീണ്ടും പ്രത്യക്ഷപ്പെടാനുള്ളതാണ്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമൂഹത്തിൽ ശവസംസ്കാരം വലിയൊരു ആഘോഷമാണ്. എല്ലാ സംസ്കാരങ്ങളിലും പൊതുവെ ആളുകൾ മരണത്തെ ഒരു ദുഃഖകാലമായിട്ട് കാണുന്നു. എന്നാൽ ടൊറോജൻ ഗോത്രം മരിച്ചവരുടെ ശരീരത്തെ മമ്മിഫൈ ചെയ്യുകയും അവരുമായി ഇടപഴകുന്നത് തുടരുകയും ചെയ്യുന്നു. യുവതലമുറയ്ക്ക് അവരെ വീണ്ടും പരിചയപ്പെടുത്തുന്നതിനായി ഓരോ 2 വർഷം കൂടുമ്പോഴും എല്ലാവിധ പരിചരണങ്ങളും നൽകി പുതുവസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് മനേൻ ആചാരം. ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് മരണം ഒരു സാംസ്കാരിക പരിപാടി കൂടിയാണ്. മരിച്ച ആളോടുള്ള സ്നേഹത്തിൻ്റെയും വിലമതിക്കുന്നതിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ അടയാളമായി കുടുംബം എരുമകളെയും പന്നികളെയും ബലിയർപ്പിക്കും. ഈ പ്രദേശത്തെ ശവസംസ്കാര ചെലവ് വളരെ വലുതാണ്. ചിലർക്ക് ഈ ചിലവിനുള്ള ധനം സമ്പാദിക്കാൻ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കേണ്ടി വരുന്നു. അവർ അതിനുള്ള പണം കണ്ടെത്തുന്നതുവരെ മൃതദേഹങ്ങൾ മമ്മിഫൈ ചെയ്ത് ടോങ്കോണൻ എന്നറിയപ്പെടുന്ന പ്രത്യേക ഇടങ്ങളിൽ സൂക്ഷിക്കുന്നു. നാട്ടുനടപ്പനുസരിച്ച് ശരിയായ ആചാരത്തോടെ പ്രിയപ്പെട്ടവരോട് വിട പറയാൻ സാമ്പത്തികമായി അപ്പോൾ കഴിയാത്തതിനാൽ ചിലപ്പോൾ മരിച്ചവരെ സംസ്കരിക്കുന്നതിൽ അല്പം കാലതാമസമൊക്കെ ഉണ്ടാകാറുമുണ്ട്. ഇത് കുടുംബാംഗങ്ങൾക്ക് വിഭവങ്ങൾ ശേഖരിക്കാനും തയ്യാറെടുപ്പുകൾ നടത്താനുമുള്ള സമയം നൽകുന്നു. പിന്നെ കുടുംബങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ മനേൻ വരുന്നു. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലാണ് ടൊറോജോ ജനത മനേൻ ആഘോഷിക്കുന്നത്. അപ്പോഴവർ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ വീണ്ടും കണ്ടെടുക്കുകയും അവരെ അവരുടെ വിശ്രമ സ്ഥലത്ത് നിന്ന് പുറത്തെടുത്ത് തുടച്ച് വൃത്തിയാക്കി ഉത്സവാഘോഷത്തിൻ്റെ പുത്തൻ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്യുന്നു.
എല്ലാവർക്കും സന്തോഷകരമായി ഈ ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ലോകമെമ്പാടുമുള്ള ആളുകൾ ടാന ടൊറോജോ സന്ദർശിക്കും. ബന്ധുക്കളെല്ലാം കൂടി മരിച്ചുപോയ പ്രിയപ്പെട്ട ആളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കും. പിന്നീട് കുടുംബം എല്ലാവർക്കും വിപുലമായ ഒരു വിരുന്ന് നൽകും. എന്നാൽ എല്ലാ കുടുംബങ്ങളും എല്ലാ വർഷവും മനൻ നടത്തുന്നില്ല. ഇതെല്ലാം അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇത് മരിച്ചവരെ ബഹുമാനിക്കുക മാത്രമല്ല, ടൊറോജന്മാരുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഈ ആചാരങ്ങളൊക്കെ മരിച്ചവരുടെ ആത്മാവിൻ്റെ മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്രയെ സുഗമമാക്കുകയും കുടുംബത്തിൻ്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഈ ചടങ്ങുകൾ നടത്താൻ കഴിയുന്ന കുടുംബങ്ങൾ മുഴുവൻ ഗ്രാമാംഗങ്ങൾക്കും വിപുലമായ വിരുന്നൊരുക്കണം. ഇതാണ് ശരിക്കും ശവസംസ്കാര ദിനം. ഇവിടെ മരിച്ചവരുടെ യാത്ര തങ്ങളുടെ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച നിമിഷത്തിലല്ല അവസാനിക്കുന്നത്. മരണത്തിനും ശവസംസ്കാരത്തിനും ഇടയിൽ കുടുംബങ്ങൾ പലപ്പോഴും മൃതദേഹങ്ങൾ പുറത്തെടുത്ത് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി വൃത്തിയാക്കി പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുട്ടികൾക്കും പുതിയ ആളുകൾക്കും വീണ്ടും പരിചയപ്പെടുത്താറുമുണ്ട്. ഇവരുടെ പ്രവിശ്യയിൽ ശവസംസ്കാര ചെലവ് ചിലപ്പോൾ $5 ലക്ഷം വരെ ആകാം എന്നാണ് പറയപ്പെടുന്നത്. ശവസംസ്കാരം ആഡംബരപൂർണമായ ഒരു ആഘോഷം പോലെ ആയതിനാൽ സാധാരണയായി 5 ദിവസം വരെ അത് നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ കുടുംബം ഒരു നിശ്ചിത എണ്ണം എരുമകളെയും പന്നികളെയും ബലിയർപ്പിക്കണം. 100 കണക്കിന് അതിഥികൾക്ക് ഭക്ഷണം നൽകണം. മരിച്ചവർക്കായി ഒരു പുതിയ കുടിൽ പണിയണം. ശവസംസ്കാര വേളയിൽ അത് കത്തിച്ചു കളയണം. എന്നാൽ ഇതെല്ലാം ശവസംസ്കാര ചടങ്ങുകൾ വരെ മമ്മിയെ സംസ്കരിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള ചെലവിന് പുറമെയാണ്. ചിലപ്പോഴൊക്കെ കുടുംബത്തിലെ മറ്റൊരാൾ മരിക്കുന്നതുവരെ ആദ്യം മരിച്ചയാളെ സംരക്ഷിക്കാറുണ്ട്. ശവസംസ്കാരത്തിലെ ഭീമമായ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്. മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിക്ക് പേര് കേട്ടതാണ് ടാന ടൊറാജോ റീജൻസി. പക്ഷേ ടൊറാജോയിലേക്ക് ട്രെക്കിംഗ് നടത്തുന്ന ആളുകൾ അവിടെ പോകുന്നത് ആ പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി മാത്രമല്ല, പ്രാദേശിക സംസ്കാരം അടുത്തറിയാനും മരണത്തിൻ്റെയും ശവസംസ്കാരത്തിൻ്റെയും അതുല്യമായ ആചാരങ്ങളെ അടുത്ത് കാണാനും കൂടിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ചരിത്ര നിമിഷങ്ങളിൽ നിന്നുള്ള മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.